ഹൃദയം പിടയും വരെയും നിൻ പ്രണയം ഞാൻ തിരയും. അയ്യോ എന്ത് രസമല്ല എൻ്റെ പാട്ട് കേൾക്കാനായിട്ട്. ഈ പാട്ട് പാടുന്ന സമയത്ത് എൻ്റെ ചിന്ത ഇങ്ങനെ ഇരുന്നു കേട്ടോ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തിനാ അലമ്പല്ല എൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട്. അതിൽ അലമ്പാണ് ഇപ്പോൾ കേൾക്കാനായിട്ട്. കാരണം ഇത് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ട് ജലദോഷം പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വർക്കലയിലോട്ടാണ് കേട്ടോ. നമ്മൾ ഈ ഹെക്റ്റിക് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, ഒന്ന് ചെറുതായിട്ടൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ വർക്കലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോണ വഴിയിൽ നമ്മൾ ആലപ്പുഴയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ അലമ്പ് ഡീലിംഗ് ആയിരുന്നു കേട്ടോ. കസ്റ്റമർ സർവീസ് ഒന്നും തീരെ കൊള്ളില്ല, ഒടുക്കത്തെ റേറ്റും. ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒട്ടുമില്ല എന്തായാലും. എന്നിട്ട് എന്നോട് റെയിന് പറഞ്ഞു, മമ്മി ബേക്കിലേക്ക് പോയി കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ പപ്പനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ ബേക്കിൽ കിടന്നുറങ്ങി, റെയിനും ഫ്രണ്ടിലും കിടന്നുറങ്ങി. ഏതാണ്ട് വർക്കല എത്താനായപ്പോഴാണ് ഈ ഒരു ബീച്ച് കണ്ടപ്പോഴാണ് മേജോ ഞങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത് കേട്ടോ. നല്ലൊരു ഉറക്കമൊക്കെ ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. മേജോ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. തലേദിവസം വർക്കും ഉണ്ടായിരുന്നേ, ആളൊട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ ബുക്ക് ചെയ്ത റിസോർട്ടിലോട്ടാണ് പോയത്. എസ്ക്ലിഫ് ബ്ലാക്ക് ബീച്ച് റിസോർട്ട്, അവിടെയാണ് കേട്ടോ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ബീച്ച് വ്യൂ ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ റൂമിൽ കയറുന്നതിന് മുമ്പേ തന്നെ ഓടിപ്പോയത് ഈ ഒരു ഏരിയയിലോട്ടായിരുന്നു കേട്ടോ. അത്ര രസം, എന്ത് രസമാണെന്നറിയോ അവിടെ കാണാനായിട്ട്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കണ്ടില്ലേ, ഇതാ കാണുന്ന കേട്ടോ നമ്മുടെ റിസോർട്ട്. വന്നിട്ട് ഞാൻ റൂമൊക്കെ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്നെ മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. ഞങ്ങളെല്ലാവരും അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഈ വഴി നമ്മൾ അങ്ങേയറ്റം വരെ നടക്കണം കേട്ടോ, വർക്കല ബീച്ചിലോട്ട്. അങ്ങനെ ഈ നടക്കുന്ന ഏരിയയിലൊക്കെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് ആ വഴി കാണാനായിട്ട്. കാരണം കുറേ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണത്തിൻ്റെ ആ ഒരു സമയത്തായിരുന്നല്ലോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ഓണപരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ റെയിനുവിനായിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടില്ല, പോയിട്ടില്ല. നമുക്ക് ആദ്യം എന്തെങ്കിലും കഴിക്കണമല്ലോ. ഞങ്ങൾ ആകെ ഉച്ചയ്ക്ക് ഒരു ഫ്രൈഡ് റൈസ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ അവിടെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ നല്ലത് ഏതാണെന്ന് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഗൂഗിളിൽ നല്ലൊരു റിവ്യൂ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് നോക്കിയാണ് കേട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം അടിപൊളി. അവിടുന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ സ്റ്റീക്ക് ആയിരുന്നു കേട്ടോ. ചിക്കൻ സ്റ്റീക്ക് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. റെയിനുവിനും ജോമോനും പിസ്സ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ സ്റ്റീക്ക് നൈസായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. പിസ്സയും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡ് ഒരു രക്ഷയില്ല, നല്ല ഫുഡായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ. നമ്മൾ മെയിനായിട്ട് ഒരു സ്ഥലത്ത് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഞാൻ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. കാരണം എനിക്ക് ഒരു സ്ഥലത്തെ ഫുഡുകളൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ നമ്മൾ റൂമിൽ വന്ന് കിടന്ന് തുടങ്ങി. ഇത് പിറ്റേ ദിവസം മോർണിംഗ് കണ്ട് ഞാൻ നമ്മുടെ ഏരിയ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതല്ലേ നമ്മുടെ റിസോർട്ട് കേട്ടോ. അടിപൊളി റിസോർട്ടാണ് കേട്ടോ, നല്ലൊരു ആംബിയൻസ് ഉള്ള റിസോർട്ടാണ്. പിന്നെ റെയിനിന് സ്വിമ്മിംഗ് പൂളുള്ള റിസോർട്ട് വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് സ്വിം ചെയ്യാനും സ്വിമ്മിംഗ് പൂളിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ അവിടെ പോയി വന്നതിന് ശേഷമാണ് ഈ അമൃതിക് മസ്തിഷ്ക ജ്വരമൊക്കെ ട്രിവാൻഡ്രത്ത് ഭയങ്കര സീനാണെന്നൊക്കെ അറിയാം. ചെറിയ ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെ പൂളിലൊക്കെ നമ്മൾ പോയിട്ട് മെതിച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം ഡൈവിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് 1-2 വർഷം സ്വിമ്മിങ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്ര ഗുണമായിട്ട് നീന്തണമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാതെ സ്വിം ചെയ്യാം കേട്ടോ. ഞാൻ പണ്ട് മറ്റേ കുളത്തിലൊക്കെ നീന്തിയ ആ ഒരു ശീലമുണ്ട്. അങ്ങനെ ഞാനും ചെറുപ്പത്തൊക്കെ നീന്തി. അങ്ങനെ റെയിനും എന്തായാലും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിനും പപ്പയും കൂടെ കുറേ നേരം വെള്ളത്തിൽ കിടന്ന് ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോഴല്ലേ നമ്മൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്യുള്ളൂ. വർക്കിനൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഗിൽറ്റ് വരുന്നത് എനിക്ക് എൻ്റെ റെയിനുവിനെ ശരിക്കും ടേക്ക് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളൊരു ഗിൽറ്റാണ് എനിക്ക് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇതുപോലെയുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അവനെ കുറച്ചും കൂടെ പ്രയോറിറ്റൈസ് ചെയ്യാറുണ്ട്. അവൻ്റെ ഇഷ്ടങ്ങൾ കുറച്ചും കൂടെ നമ്മൾ നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ പരമാവധി ഹാപ്പി ആക്കാൻ നോക്കിയിട്ടുണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കാം കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വെള്ളത്തിൽ കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ചുണ്ടിലത്തെ തൊലിയൊക്കെ നല്ലോണം പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആ വെള്ളത്തിൽ ക്ലോറിൻ ഇട്ടതിൻ്റെയൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ അത് എനിക്ക് കംപ്ലൈൻറ്റ് കൊടുക്കണം എന്നും പറഞ്ഞ് നല്ല ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. പോണ വഴി ഈ ഒരു ഐറ്റത്തിനെ കണ്ടിട്ട് പൊന്നോ ശങ്കരനാണെന്ന് തോന്നണേ കേട്ടോ. അങ്ങനെ മെജോ എന്നെ തല്ലിക്കൊന്ന് കാട്ടിലോട്ടിട്ടോ. കാരണം അവിടെ കുഞ്ഞുങ്ങളൊക്കെ വരുന്ന വഴിയാണ്. അപ്പോൾ അത്
ആരെങ്കിലും പിടിച്ച് കടിച്ചു കഴിഞ്ഞാൽ രാത്രിയൊക്കെ വരുമ്പോൾ അവിടെ ലൈറ്റും കൂടി ഇല്ലാത്ത സ്ഥലമാണ്. അങ്ങനെ മെജു അതിനെ തല്ലിക്കൊന്ന് ഇതാക്കിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അവിടുന്ന് ആദ്യം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ് കേട്ടോ. ഇന്നൂന് ഈ വക കഴിച്ചൊന്നും പറ്റില്ല കേട്ടോ. അത് ഏതാണ്ട് മറ്റേ ഇംഗ്ലീഷുകാരൻ്റെ കൊച്ചേറ്റിയാന്നുകൊണ്ട് എന്തോ ചിക്കൻ ലസാനിയോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സാധനം, മറ്റേ കത്തിയും കൊമ്പൊക്കെ കൊണ്ട് തിന്നേണ്ട സാധനങ്ങൾ. റെയിനുന് ഈ ചോറ്, ബിരിയാണി ഈ വക ഐറ്റംസ് ഒന്നും വലിയ ഇഷ്ടമല്ല. പിസ്സ, ബർഗർ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതേ കണ്ടില്ലേ ഇതുപോലെ വാരി വലിച്ച് തിന്നോളൂ. അങ്ങനെ സംഭവം പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ കത്തിയും കൊമ്പൊക്കെ കൊണ്ട് തിന്നണത് അത്രയ്ക്ക് ശീലമുള്ള ആൾക്കാരല്ല കേട്ടോ ഞാനും മെജുവും. പക്ഷേ റെയിനുവിന് ഇതെവിടെന്നാ പഠിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. അവന് നല്ല എക്സ്പേർട്ടായിട്ട് ഈ സാധനമൊക്കെ കൊണ്ട് തിന്നുന്നുണ്ട് കേട്ടോ. ഒരു വീഡിയോ എനിക്ക് ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾക്ക് ഈ കത്തിയും കൊമ്പൊന്നും വെച്ച് തിന്നാൻ അറിയാത്തതുകൊണ്ട് തന്നെ മെജുവയ്ക്ക് റെയിനു വാരി കൊടുക്കണുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് തോന്നിയിട്ടോ. ഇതിൽ ഇവർ പപ്പനെയും മോനെയും കാണുമ്പോൾ എനിക്ക് മറ്റേ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലെ ജയറാമിനെയും കാളിദാസിനെയാണ് എനിക്ക് ഓർമ്മ വരാറുള്ളത്. പിന്നെ ഞാൻ വന്നതിന് ശേഷം ഈ വീഡിയോസൊക്കെ കണ്ട് ചെറുതായിട്ട് എനിക്ക് അസൂയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുഖം കാണിച്ചു മുഖം കാണിച്ചു മുഖം കാണിച്ചു പറഞ്ഞാൽ ഇതൊരു ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നടന്നിട്ട് ഫുഡ് അടിക്കുക ഉറങ്ങുക ഇത് തന്നെയായിരുന്നു കേട്ടോ ആകെ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളങ്ങനെ വല്ലാതെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒന്നും ഉദ്ദേശിച്ച് പോയതല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവുക, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അതേ നമ്മൾ ഈവനിങ് ചായ അടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ചായയുടെ കാര്യം പറയണ്ട, അലമ്പുച്ച അയ്യോ ഒന്നിനും കൊള്ളില്ലാത്ത ചായ ഇരുന്നതുകൊണ്ട് ഞാൻ ആ ഹോട്ടലിൻ്റെ പേര് പോലും പറയണില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ നേരെ ബീച്ചിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ പോയി കുറച്ച് നേരമൊക്കെ ബീച്ചിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ചുമ്മാ നമ്മളിതുപോലെ നല്ല സൺലൈറ്റൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബീച്ചിലൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ നേരെ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാൻ പോകണം, അല്ലാതെ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ വർക്കലയിലെ 2ാമത്തെ ദിവസമാണല്ലോ. ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ഡിന്നർ വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നാളെ നമ്മൾ വീട്ടിലോട്ട് പോകും. നാളെ ഓണമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെത്തണം ഉച്ചയ്ക്ക് മുമ്പല്ല വൈകുന്നേരത്തിന് മുമ്പായിട്ട്. ഉച്ചയ്ക്കലത്തെ സദ്യ കഴിച്ചിട്ട് നമ്മൾ പോകുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നേരെ പോയത് ഹോട്ടൽ ഇറ്റാലിയാനോ അങ്ങനെ എന്തോ പറഞ്ഞൊരു കഫേയിലാണെന്ന് തോന്നുന്നു. അവിടെ നമ്മളൊരു സീ ഫുഡ് പ്ലാറ്ററാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കലമാരി ഫ്രൈ അങ്ങനെ ഒരു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ആംബിയൻസൊക്കെ നൈസായിരുന്നു കേട്ടോ, ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രോൺസ് ഫ്രൈ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫുഡെല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. കഫേ ഇറ്റാലിയാനോ എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് വന്നിട്ട്. എനിക്ക് അവിടുത്തെ ഫുഡെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ആംബിയൻസും പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഫുഡ് പ്ലേറ്ററിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് അവിടുത്തെ ഈ ഒരു ക്രാബിൻ്റെ ഒരു ഡിഷായിരുന്നു. അതും ബട്ടർ നാനാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് രണ്ടും കൂടെ കഴിക്കുക എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയോ. എനിക്കിപ്പോഴും അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾക്ക് 3 പേർക്ക്. പിന്നെ റെയിനുവിന് രാവിലെ ആ സ്വിമ്മിംഗ് പൂളിൽ കളിച്ചിട്ട് ചുണ്ടിൻ്റെ തൊലിയൊക്കെ പോയതുകൊണ്ട് അവന് ഈ എരിവുള്ളൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ബാക്കിയെല്ലാം അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ഫുഡ്. എന്തായാലും നിങ്ങൾ അവിടെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രാബിൻ്റെ ആ ഒരു ഡിഷ് അത് നിങ്ങൾ എന്തായാലും വാങ്ങി കഴിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രിൽഡ് ഫിഷ് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ പിന്നെ റൂമിൽ പോയി ഒന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം നമ്മൾ രാവിലെ ഇറങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ രാവിലെ പോയിട്ട് എവിടെന്നെങ്കിലും സദ്യ കഴിക്കണം, നേരെ വീട്ടിലോട്ട് പോകണം. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ചുരിദാറൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഓണമാണല്ലോ, അപ്പോൾ സദ്യയൊക്കെ കഴിക്കാൻ പോകണം. സാധാരണ ഞാൻ ഓണത്തിന് സാരിയാണ് എടുക്കാറ്, പക്ഷേ ഇപ്പോൾ എനിക്ക് സാരി എടുക്കാനൊന്നും തോന്നില്ല, കാരണം അത്ര വണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അമ്മക്കളും അമ്മമാരും ഉണ്ടല്ലോ, ഏത് നേരം തല്ലുപിടുത്തം. നിങ്ങളുടെ വീട്ടിലിങ്ങനെ മക്കളായിട്ട് എപ്പോഴും തല്ലുപിടിക്കാറുണ്ടോ? ഞാനും റെയിനു തീരെ അടിയായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ ആദ്യം അവൻ്റെ മോന്ത അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ റെയിനുവിന് ഹോട്ടലിൽ ചെന്നപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആളുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. റെയിനുവിൻ്റെ മോന്ത ഇങ്ങനെ ഇരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് നമ്മുടെ അപ്പോഴാണ് അവൻ ഫുഡ് കഴിക്കുന്നത്. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ടൈമിൽ അവന് നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. അവൻ എത്രത്തോളം വിശന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പാത്രം, അവൻ്റെ ഇല കണ്ടാൽ നിങ്ങൾക്കറിയാം, വടിച്ച് കഴിക്കണം. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത്രയ്ക്ക് അവന് വിശന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയി.
അന്വേഷിച്ച് സദ്യ അന്വേഷിച്ചു അവസാനം ഒരു ഹോട്ടലിൽ കയറി ഇതായതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ വന്നത്. സദ്യ കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി വീട്ടിൽ വന്ന് പിന്നെയും കുറച്ച് നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇതേ പിള്ളേരും ഫാമിലി എല്ലാവരുമായിട്ട് നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മറൈൻ ഡ്രൈവിൽ ദർബാർ ഹാളിൽ നമ്മുടെ ഒരു മറൈൻ വേൾഡ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് കണ്ടു നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പിള്ളേരൊക്കെ ആയിട്ട്. അപ്പോൾ പെറ്റ്സിൻ്റെ ഷോ, ഫിഷിൻ്റെ, അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു ബാലിയുടെ ഒരു തീമിലായിരുന്നു അവർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിള്ളേർക്കൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഏരിയാസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ക്യൂ ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. പിന്നെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോയിട്ടോ. അൽസാജിലോട്ടാണ് ഫുഡ് അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ അമ്മ കുറേ നാളായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് പഠിച്ചു കേട്ടോ ആൾ. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ പിറ്റേ ദിവസം അമ്മയ്ക്ക് ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് നാളായി പറയണം അമ്മയ്ക്ക് ഒരു വണ്ടി എടുത്ത് കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ദേ വണ്ടി എടുത്തു. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ, സീ യു.